ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ന്യൂക്ലിയർ റിയാക്ടർ എന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ കോംപ്ലിമെൻ്ററി ഫിസിക്സ് എടുത്തു കഴിഞ്ഞിട്ട് അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. PYQസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് എന്തായിരുന്നു ശരിക്കും? നമുക്ക് ഹെവിയർ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഉണ്ടായിരുന്നു, അത് എന്ത് ചെയ്യും, അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താവും, 2 ഡോട്ടർ ന്യൂക്ലിയസ് ആയിട്ട് മാറും. അതിൻ്റെ കൂടെ എന്തുണ്ടാകും, ഇമ്മൻസ് എനർജിയും കൂടി എന്ത് ചെയ്യും, ഇത് പുറത്തേക്ക് വിടും. ഇതാണ് നമ്മുടെ ഫിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ യുറേനിയം ആൻഡ് പ്ലൂട്ടോണിയാണ് നമ്മുടെ ഫിഷന് ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. യുറാനിയം ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ടാവും, പ്ലൂട്ടോണിയം ഉണ്ടാവും. ഓക്കെ, അത് എങ്ങനെ ഈ റിയാക്ഷൻ നടക്കാറ്? മെയിനായിട്ട് ഞാൻ യുറാനിയത്തിൻ്റെ കേസിൽ ഒരു എക്സാമ്പിളായിട്ട് ഫിഷൻ എഴുതാം. എങ്ങനെയായിരുന്നു ഉണ്ടാവാറ്? നമ്മുടെ യുറാനിയം 235 ഉണ്ടാവും. അതിനെന്ത് ചെയ്യും, ഒരു ന്യൂട്രോൺ വന്നിട്ട് എന്ത് ചെയ്യും, ഹിറ്റ് ചെയ്യും. ഒരു ന്യൂട്രോൺ വന്നതിനെ ഹിറ്റ് ചെയ്യും. ആ സമയത്ത് എന്തുണ്ടാവും, കുറച്ചുകൂടെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു യുറാനിയം 236 എന്നുണ്ടാവും, ന്യൂക്ലിയ ഉണ്ടാവും. ഓക്കെ, എന്തുണ്ടാവും, ഒരു യുറാനിയം 236 ന്യൂക്ലിയ ഉണ്ടാവും. ആൻഡ് ഇത് എന്ത് ചെയ്യും, ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഫിഷന് വിധേയാവും. എന്നിട്ട് ആരൊക്കെ ഉണ്ടാവും, ഒരു ബാരിയം ഉണ്ടാവും, അതിൻ്റെ കൂടെ ആരുണ്ടാവും, ഒരു ക്രിപ്റ്റോണിയം ഉണ്ടാവും. ഓക്കെ, ബാരിയം ഉണ്ടാവും, ക്രിപ്റ്റോണിയം ഉണ്ടാവും. ആൻഡ് അതിൻ്റെ കൂടെ ആരുണ്ടാവും, 3 ന്യൂട്രോൺസ് ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും, ഇമ്മൻസ് എനർജിയും കൂടെ എന്ത് ചെയ്യും, പുറത്തേക്ക് വിടും. ഇതാണ് നമ്മുടെ ഒരു ഫിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ നോക്കി, ഇതിൽ 2 ഡോട്ടോ ന്യൂക്ലിയ ഉണ്ട്, പിന്നെ എന്തുണ്ട്, 3 ന്യൂട്രോൺ കൂടെ ഉണ്ട്. ഈ പുറത്തേക്ക് വരുന്ന ഈ ന്യൂട്രോൺസ് എന്ത് ചെയ്യും, പിന്നെ നമ്മുടെ യുറാനിയത്തിന് എന്ത് ചെയ്യും, എക്സൈറ്റ് ചെയ്യിക്കും, ഒരു 236 ആക്കും. പിന്നെ എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ നടന്ന് ഇതിനെയായിരുന്നു നമ്മൾ ചെയിൻ റിയാക്ഷൻ എന്ന് പറയാം. ചെയിൻ റിയാക്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ചെയിൻ റിയാക്ഷൻ എന്താന്ന്. നമുക്കൊരു ന്യൂക്ലിയ ഉണ്ടാവും, അത് എന്ത് ചെയ്യും, ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തുണ്ടാവും, 3 ന്യൂട്രോൺസ് എന്ത് ചെയ്യും, ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് 3 ന്യൂട്രോൺസ് പുറത്ത് വിടും. ഈ 3 ആൾക്കാർ പോയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ 3 യുറേനിയം ആറ്റത്തിനെ എന്ത് ചെയ്യും, പിന്നെ ഹിറ്റ് ചെയ്യും. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും, ഇതിൻ്റെ കൂടെ എന്തുണ്ടാവും, ഓരോ റിയാക്ഷനിൽ എന്തുണ്ടാവും, 3 ന്യൂട്രോൺസ് പിന്നെ ഉണ്ടാവും. ഇവർ പിന്നെയും പോയിട്ട് എന്ത് ചെയ്യും, യുറേനിയത്തിന് ഹിറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഈ പ്രോസസ്സ് എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകും. ഇതിനാണ് നമ്മൾ ചെയിൻ റിയാക്ഷൻ എന്ന് പറയാറ്. ഓക്കെ, ഇതാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുന്ന ഈ ഫിഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇതിൽ ഉണ്ടാവുന്ന ഈ എനർജി ഉണ്ടല്ലോ, ഓക്കെ, ഈ ഇതിൽ ഉണ്ടാവുന്ന ഈ എനർജീനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് മാറ്റുന്ന ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു എക്യുപ്മെൻ്റ് ആണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് കൺട്രോൾഡ് ആയിട്ട് നമ്മുടെ ചെയിൻ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കമ്പോണൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കമ്പോണൻസ് ഉള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ ചെയിൻ റിയാക്ഷൻ ആണ് കേട്ടോ. അതെന്ത് ചെയ്യുക, നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അത് നമ്മുടെ കമ്പോണൻസ്. ഫസ്റ്റ് കമ്പോണൻറ്റ് എന്താണ്, ഫ്യൂവൽ റോഡ്സ്. എന്താ, നമുക്ക് റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, ഫ്യൂവൽ വേണമല്ലോ. എന്താ ഇവിടുത്തെ ഫ്യൂവൽ എന്ന് പറയുന്നത്, നമ്മൾ ഒന്നുകിൽ എന്തായിരിക്കും, നമ്മുടെ യുറാനിയം 235 ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലൂട്ടോണിയം 239 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ റിയാക്ടർ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഈ ഫിഷൻ നടക്കാൻ ആവശ്യമായി ഇന്ധനം. ഓക്കെ, ആണ് ഫ്യൂവൽ റോഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളാരാ, മോഡറേറ്റർ. ഓക്കെ, ഈ മോഡറേറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഫിഷൻ റിയാക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്ന നമ്മുടെ ഈ ന്യൂട്രോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഭയങ്കര ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള എന്തായിരിക്കും, ന്യൂട്രോൺസ് ആയിരിക്കും. ഇതിന് ഭയങ്കര സ്പീഡായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സ്പീഡ് കാരണം ഇത് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ന്യൂട്രോൺസ് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ഫിഷൻ പ്രോസസ്സിൽ എന്ത് ചെയ്യില്ല, വിധേയമാവാതെ എന്ത് ചെയ്യും, കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള മറ്റൊരു യുറേനിയം ആറ്റായിട്ട് ഇതിനെ മാറ്റും. ഓക്കെ, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ന്യൂട്രോണിൻ്റെ സ്പീഡ് നമ്മുടെ ഫിഷൻ റിയാക്ഷൻ നടക്കാൻ ഉള്ള രീതിയിലുള്ള ഒരു സ്പീഡാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ന്യൂട്രോൺസിനെ മാറ്റും. ഓക്കെ, ബേസിക്കലി എന്താ ചെയ്യണം, നമ്മുടെ ന്യൂട്രോൺസിനെ എന്ത് ചെയ്യണം, സ്ലോ ഡൗൺ ചെയ്യുകയാണ്, നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫിഷൻ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് ഉപയോഗിക്കുന്ന ഇങ്ങനെ ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ മോഡറേറ്റർ എന്ന് പറയുക. ആൻഡ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ള മോഡറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെവി വാട്ടർ ഉണ്ടാവും ആൻഡ് ഗ്രാഫൈറ്റ്. ഹെവി വാട്ടർ എന്ന് വെച്ചാൽ എന്തായിരുന്നോ, D2O, നമ്മുടെ ഡ്യൂട്ടീരിയം വെച്ചിട്ടുള്ള വാട്ടറാണ് നമ്മുടെ D2O, ഹെവി വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ ആളാണ് നമ്മുടെ കൂളൻറ്റ്. ഓക്കെ, എന്താ കൂളൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
നമുക്ക് ഈ ഫിഷൻ്റെ ഭാഗമായിട്ട് ഫിഷൻ ചെയിൻ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഞാൻ പറഞ്ഞു ഇമ്മൻസ് എനർജി ഉണ്ടാവും. ഓക്കെ, ഈ ഇമ്മൻസ് എനർജി എങ്ങനെ ഉണ്ടാവുക? പ്രധാനമായിട്ട് ഹീറ്റിൻ്റെ ഒക്കെ ഫോമിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ നിന്നുള്ള ഹീറ്റ് ഈ റിയാക്ടർ കോറിന്ന് എന്ത് ചെയ്യുക? സ്റ്റീം ജനറേറ്ററിലേക്ക് മാറ്റുക. ഇതാണ് നമ്മുടെ കൂളൻറ്റിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂളൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ പുറത്ത് വിടുന്ന ഫിഷൻ റിയാക്ഷൻ വഴി പുറത്ത് വിടുന്ന ഈ ഇമ്മൻസ് എനർജി, അതായത് ഹീറ്റിൻ്റെ ഫോമിലുള്ള ഇമ്മൻസ് എനർജീനെ എന്ത് ചെയ്യും? ഇത് നമ്മുടെ സ്റ്റീം ജനറേറ്ററിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? കൂളൻ്റ് എന്ന് പറയാം. ഇത് മെയിനായിട്ട് ആരൊക്കെ ഉണ്ടാവുക? വാട്ടർ ഉണ്ട്, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ആൻഡ് ലിക്വിഡ് സോഡിയം. ഈ 3 ആൾക്കാരാണ് മെയിനായിട്ട് നമ്മുടെ കൂളൻ്റായിട്ട് ആക്ട് ചെയ്യുക. ആൻഡ് നമ്മുടെ 4ാമത്തെ ആളെന്ന് വെച്ചാൽ എന്താണ്? കൺട്രോൾ റോഡ്സ്. ഓക്കെ, കൺട്രോൾ റോഡ്സ് ഞാൻ പറഞ്ഞു ഫിഷൻ ചെയിൻ റിയാക്ഷൻ ആണ്. ഇത് നമ്മൾ അതിനെ വെറുതെ ഇട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യും? വലിയ എക്സ്പ്ലോഷനിലേക്കൊക്കെ ഇത് പോവുക. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? കൺട്രോൾഡ് ആയിട്ടുള്ള ചെയിൻ റിയാക്ഷനാണ് വേണ്ടത് നമുക്ക്. ഓക്കെ, ആ കൺട്രോൾഡ് ആയിട്ട് നമ്മുടെ ചെയിൻ റിയാക്ഷൻ നടത്താൻ സഹായിക്കുന്ന ആളാണ് നമ്മുടെ കൺട്രോൾ റോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന, അതായത് നമ്മുടെ ന്യൂട്രോൺസിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും? നമ്മുടെ റിയാക്ഷൻ്റെ റേറ്റും കുറയുമല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ വരുന്ന കുറേ ആയിട്ട് പുറത്തേക്ക് വിടുന്ന ഈ ന്യൂട്രോൺസിനെ കുറേയൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഈ കൺട്രോൾ റോഡ്സ് അങ്ങ് അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ന്യൂട്രോൺസിൻ്റെ എണ്ണം കുറഞ്ഞു, ചെയിൻ റിയാക്ഷൻ്റെ റേറ്റും എന്ത് ചെയ്യും? അവിടെ കുറയും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫിഷൻ റിയാക്ഷനെ കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ചെയിൻ റിയാക്ഷൻ ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അതിനുള്ള ഏറ്റവും മെയിൻ ആളാണ് നമ്മുടെ കൺട്രോൾ റോഡ് എന്ന് പറയുന്നത്. ആ കൺട്രോൾ റോഡ് മെയിനായിട്ട് ആരാ ഉണ്ടാവുക? ബോറോണ്, കാഡ്മിയം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ നമ്മുടെ കൺട്രോൾ റോഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ എന്താ പറയുക, കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ, എന്താണ്? കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ നടത്താൻ സഹായിക്കുന്ന ആളാണിത്, കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ കേട്ടോ. ഓക്കെ, ആൻഡ് നമ്മുടെ അവസാനത്തെ ആൾ എന്താണ്? ഷീൽഡ് എന്ന് പറയും. എന്താണ്? നമ്മുടെ ഈ ഫിഷൻ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? നമുക്ക് കുറേ പുറത്തേക്ക് ഭയങ്കരമായ നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ ലിവിങ് തിങ്സിനൊക്കെ ഹാർംഫുൾ ആയിട്ടുള്ള കുറേ റേഡിയോ ആക്റ്റീവ് ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? റേഡിയേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും. ഓക്കെ, ആൻഡ് ഈ പുറത്തേക്ക് വിടുന്ന ആൾക്കാരൊക്കെ പുറത്തേക്ക് വിടുന്ന ഇതുപോലെയുള്ള നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? ഒരു ഷീൽഡ് ഉണ്ടാവും. ആ ഷീൽഡാണിത്. ആൻഡ് എന്ത് ചെയ്യും? ഇത് റേഡിയേഷനെയും നമ്മുടെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ പുറത്തേക്ക് വരുന്നതെന്ന് എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും, ഇപ്പോൾ ഷീൽഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇത് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന ആൾ നമ്മുടെ കോൺക്രീറ്റ് ആണ് കേട്ടോ. ഓക്കെ, കോൺക്രീറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ ഉള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഫിഷൻ റിയാക്ഷൻ ആണെന്ന് എഴുതുക, കൺട്രോൾഡ് ഫിഷൻ ചെയിൻ റിയാക്ഷൻ ആണെന്ന് എഴുതുക, ദെൻ അതിൻ്റെ ഇത്രയും കമ്പോണൻസ് എന്ത് എഴുതുക. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ യൂസസാണ്. നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറൊക്കെ ഉണ്ടാക്കി, ഒക്കെ നമുക്ക് കുറേ എനർജിയൊക്കെ കിട്ടി, നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യണത്? അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ എന്താണ്? നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷൻ. എന്താണ്? ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്? നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടൊക്കെ കേട്ടിട്ടുണ്ടാവും. അതേപോലെയുള്ള ആൾക്കാർ എന്താ? ഇലക്ട്രിസിറ്റി ജനറേഷൻ. നെക്സ്റ്റ് എന്താണ്? റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മുടെ റിസർച്ച് ഫീൽഡിലും അതേപോലെ എഡ്യൂക്കേഷൻ ഫീൽഡിലൊക്കെ ന്യൂക്ലിയർ റിയാക്ടർ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടും റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. മൂന്നാമത്തെ ആൾ റേഡിയോ ഐസോട്ടോപ്പ് പ്രൊഡക്ഷൻ. എന്തിനു വേണ്ട റേഡിയോ ഐസോട്ടോപ്പ് പ്രൊഡക്ഷൻ? അത് നിങ്ങൾ ഇതിൽ കണ്ടല്ലോ, ഫിഷൻ റിയാക്ഷനിൽ നിങ്ങൾ നോക്കിയേ കാണുമല്ലോ. അത് നമ്മൾ ഫിഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? റേഡിയോ ഐസോട്ടോപ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഇത് എവിടേക്ക് യൂസ് ചെയ്യണത്? നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ. ഓക്കെ, മെഡിക്കൽ ഫീൽഡിൽ മെഡിസിനൽ യൂസ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്? നമ്മുടെ റേഡിയോ ഐസോട്ടോപ്സ് യൂസ് ചെയ്യാറുണ്ട്, മെഡിസിൻസ്. അതേപോലെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ റേഡിയോ ഐസോട്ടോപ്സ് ആവശ്യം വരും. ഓക്കെ, ആൻഡ് അത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യണത്? എങ്ങനെയാണ് ഉണ്ടാക്കണത്? നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ വെച്ചിട്ട്. ഓക്കെ, ദെൻ എന്താണ്? പ്രൊപ്പൽഷൻ ഓഫ് നേവൽ വെസൽസ്. എന്തൊക്കെയാണ് നേവൽ വെസൽസ്? നമ്മുടെ സബ്മറൈൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, സബ്മറൈൻസ്, ഷിപ്സ് ഒക്കെ. അതിന് പ്രൊപ്പൽഷന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്? നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ എന്നുള്ള എനർജി എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ, സോഴ്സ് ഓഫ് ഫാസ്റ്റസ്റ്റ് ന്യൂട്രോൺസ്. എന്താണ്? ഞാൻ പറഞ്ഞു നമ്മുടെ ഇതിൽ നിന്ന് ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് വരുന്ന ന്യൂട്രോൺസ് എന്താക്കി വളരെ ഹൈ സ്പീഡിലുള്ള ന്യൂട്രോൺസ് ആയിരിക്കും. നമുക്ക് പല കാര്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ റിയാക്ഷൻ നടത്താനോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ്
പിന്നെ റീക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കിൾ ഫിസിക്സിനൊക്കെ ഫീൽഡിൽ നിങ്ങൾക്കറിയാം പല കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റ്സും റിസർച്ചൊക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് എന്ത് വേണ്ടി വരും? നമുക്ക് ഫാസ്റ്റ്ലി മൂവിങ് ന്യൂട്രോൺസിന് വേണ്ടി വരും. അങ്ങനെയുള്ള ഫാസ്റ്റ് ന്യൂട്രോൺസിൻ്റെ ഒരു സോഴ്സ് ആയിട്ട് ഒന്നും കൂടി ആക്ട് ചെയ്യാറുണ്ട്, നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കേസിൽ പറയാനുള്ളത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.